ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ കറികൾ ഫ്രൈ ചെയ്ത് വീട്ടിലിരിപ്പുണ്ടാകും. അപ്പോൾ നമ്മൾ ആ സെയിം പാനിലേക്ക് സിമ്പിളായിട്ട് ഒരു ചില്ലി ചിക്കൻ കറിലൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി പോകട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ടുണ്ടോ, സവാള അതുപോലെ ക്യാപ്സിക്കളൊക്കെ ഉണ്ടോ. ജിഞ്ചർ ഗാർലിക്ക് നമുക്ക് ചില്ലി നമുക്ക് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കണം, സെയിം ഓയിലിൽ തന്നെ ഉണ്ടോ. പിന്നെ നമുക്ക് ക്യാപ്സിക്കം അതുപോലെ സവാള കിളൊക്കെ അടി കൊടുക്കണം ഗൈസ്. നന്നായിട്ടൊന്ന് വാഴണം കേട്ടോ, നന്നായിട്ടൊന്ന് വാഴണം, ഓവറായിട്ട് വേണ്ട പോരുത്. നന്നായിട്ട് വായിട്ട് കുറച്ച് ഉപ്പും കാണാൻ ഇട്ട് കൊടുക്കണം, കുറച്ച് സോൾട്ടും കാണാനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിങ് കാണാൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സോസും അതുപോലെ വാട്ടറും കണക്കെ ഡൈലൂട്ട് ചെയ്യാൻ സോസും കണക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കണം. ചെറിയ അളവിൽ കുറച്ച് സോയാ സോസും കണക്കെ ഉണ്ടോ, നമ്മൾ ഡാർക്ക് സോയ ഉണ്ടോ. നമുക്ക് പിന്നെ നമുക്ക് ഫൈനൽ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കോൺഫ്ലവർ കൂടി ഉണ്ട് ഗൈസ്, നന്നായിട്ട് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കനും കണക്കെ കൊണ്ട് ഇട്ട് കൊടുക്കണം ഗൈസ്. അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ടോ ഗൈസ്, ഇതാണ് നമ്മൾ ആ ഒരു ഫൈനൽ ടെക്സ്ചറും കണക്കെ അടിപൊളി ടേസ്റ്റും കണക്കെ ചെയ്യുന്ന ഫ്രൈ ചെയ്ത് ചിക്കനും കണക്കെ നന്നായിട്ടൊന്ന് സോസിൽ പിടിക്കാനായിട്ടാണ് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനൽ നമ്മുടെ ചില്ലി ചിക്കൻ കറികളൊക്കെ റെഡി ആയിട്ടുണ്ടോ ഗൈസ്. ഇതാണ് ഭയങ്കര സോഫ്റ്റ് ആകുന്നുണ്ട് ചിക്കൻ കറികളൊക്കെ പിച്ചുമ്പോൾ കാണാൻ പറ്റും നമുക്ക്, ഭയങ്കര സോഫ്റ്റ് ആണ്. അതിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിട്ടിയുള്ള റെസിപ്പിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്തൊട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.